ഹലോ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാൻ എന്തായാലും ഒരു തുടക്കമല്ലേ, തുടക്കമാകുമ്പോൾ നമുക്ക് കുറച്ച് മധുരത്തിൽ നിന്നൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഡെസേർട്ടിൻ്റെ പേര് നെയ്പായസം വിത്ത് ഐസ്ക്രീം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല. എനിവേസ് നമുക്കത് ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നെയ്പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെല്ലൂത്തരി, കഞ്ഞി വെക്കുന്ന അരി എന്ന് പറയും. ചെറിയ പിള്ളേർക്കൊക്കെ കഞ്ഞി വെക്കാൻ നമ്മൾ ഈ അരിയാണ് നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കാറ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇതാണ് നെല്ലൂത്തരി, അല്ലെങ്കിൽ ബ്രോക്കൺ റൈസ് എന്ന് പറയും. പിന്നെ ശർക്കര പൊടിച്ചത്, അല്ലെങ്കിൽ ശർക്കര പൊടിക്കാത്തയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളത് പൊടിച്ചാൽ മതി. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ നെയ്യ്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങൾ മാത്രമേ നെയ്പായസം ഉണ്ടാക്കാൻ വേണ്ടൂ. സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്കിനി അരി വേവിക്കാൻ വയ്ക്കാം. ഞാൻ നല്ലോണം കഴുകി വെച്ച അരിയാണ്, അത് ഇതിലേക്ക് ഇടാം. അരിൻ്റെ വേവൊക്കെ ഓരോരുത്തര അരിയും കുക്കറൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും. പഴയ കുക്കറാണെങ്കിൽ നമുക്ക് അരി വേവ് കൂടുതൽ വേണ്ടി വരും, പുതിയതാണെങ്കിൽ പെട്ടെന്നാവും. പിന്നെ അരിൻ്റെയും നാട്ടിലെ അരി, ഞാനിത് ഇവിടെ നിന്ന് വാങ്ങിച്ച അരി, അതുകൊണ്ട് ഇത് അത്ര നല്ലതല്ല. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് നമുക്ക് വിസിൽ വരുന്നവരെ നമുക്ക് വേറെ പരിപാടിയിലേക്ക് പോവാം. വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശർക്കര പാനിയാക്കണം. അത് നമുക്ക് ചെയ്യാം. അപ്പം പാനിയാക്കാൻ വേണ്ടി ഞാൻ അരി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതും നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ശർക്കരയൊക്കെ നിങ്ങൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ശർക്കരയും കൂടെ ഇട്ടിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. അപ്പം നമ്മൾ അരി വെന്തു എന്നാണ് തോന്നുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാൻ നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പം നമ്മൾ അരി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും കല്ലോ പൊടിയോ എന്താ ഉണ്ടോ നമുക്കറിയില്ലല്ലോ. നമുക്കിതിൻ്റെ അകത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഈ ശർക്കര പാനി നമുക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് കുറുകിയെടുക്കുന്ന വരെ. അപ്പം നമ്മളിത് കുറുകിയെടുത്തിട്ടുണ്ട്, ഈ ഒരു ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നെയ്യ് വറവിടാം. നെയ്യിൽ കാഷ്യൂം കിസ്മിസൊക്കെ ഇട്ടിട്ട് നമുക്ക് സാധാരണ എപ്പോഴും പായസത്തിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഇതിൻ്റെ അകത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാഷ്യൂ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ നെയ്യ് പായസത്തിലേക്ക് കഴിക്കാം. നെയ്പായസമാണല്ലോ, അപ്പം കുറച്ച് നെയ്യ് കൂടിയാലൊന്നും പ്രശ്നമില്ല.
അത് ഞാൻ കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂ കുറച്ച് വറവ് ഇതാവാൻ സമയം എടുക്കുമല്ലോ. കിസ്മിസ് പിന്നെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ, ഒരു ഇളം ചൂട് മതിയല്ലോ. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂ ആണ്. അപ്പം ഇനി നമുക്ക് ഈ നെയ്യും കാഷ്യൂവും റേസിൻസൊക്കെ ഉള്ളത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തിട്ട് വരാം. ഇതാണ് നെയ്പായസം വിത്ത് ഐസ്ക്രീം. നല്ല ടേസ്റ്റാണ്. ആഫ്റ്റർ ഫുഡ് നമുക്ക് സെർവ് ചെയ്യാം ഗസ്റ്റിനൊക്കെ. എല്ലാവരും ട്രൈ ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ്.